അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുന്നു എന്ന വാർത്ത വരുമ്പോ അത് മുസ്ലിം ലീഗുകാരനാവണമെന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും KMCC-യുമായി ബന്ധപ്പെടാൻ താല്പര്യപ്പെടും. നാട്ടിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാത്ത, ഇതിനെ നിരന്തരമായി എതിർക്കുന്ന കുറെ ആളുകൾ വരെ വന്നുകൊണ്ട് KMCC-യുടെ സഹായം ലഭിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അഥവാ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് KMCC എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇന്നു മുതൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കും കൂടി വരുവാണ്. KMCC-യുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ വിശാലമായി നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കൂടി ഭാഗമാവുകയാണ്. ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന, വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് വരുന്ന, വിവിധങ്ങളായ വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുറെ പെണ്ണുങ്ങളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. നമ്മൾ മുസ്ലിം ലീഗിന്റെ കൂടി ഭാഗമാവാണ്. നിങ്ങൾ KMCC-ന്റെയും ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ പോവാണല്ലോ. ഈ മെമ്പർഷിപ്പ് എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ബോണസ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കൂടി ഭാഗമാവുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ ഭാഗമാവുന്നു എന്ന് പറയുന്നത് അത്ര ഭയങ്കര അട്രാക്റ്റീവ് ആയ ഒരു ഓഫർ ആണോ എന്ന് ചോദിച്ചാൽ 100% അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ അതിന്റെ ഭയങ്കര സ്പോക്ക് പേഴ്സൺ ആണ് എന്നതുകൊണ്ടോ, ഞാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടോ അല്ല. അത് ഞാൻ ചരിത്രം മനസ്സിലാക്കുന്ന, വർത്തമാനത്തിൽ ജീവിക്കുന്ന, ഭാവിയിൽ പ്രതീക്ഷയുള്ള ഒരു സാധാ മനുഷ്യ സ്ത്രീയാണ് എന്നതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗമാവുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അപ്ഡേഷൻ പോയിന്റ് കൂടി ആയിരിക്കും എന്നെനിക്ക് പറയാൻ സാധിക്കും. ആ മുസ്ലിം ലീഗിന്റെ കൂടി ഭാഗമാവുകയാണ് നമ്മൾ. ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്വത്വം ഉണ്ടല്ലോ, ഒരു നാടുണ്ടല്ലോ, ഒരു സമുദായമുണ്ടല്ലോ. നമ്മൾ ഈ കണ്ട ലക്ഷറിയൊക്കെ സ്വപ്നം കാണുന്നതിന് മുൻപേ നമ്മൾ എത്തിച്ചേരുമെന്ന് നമ്മളെക്കുറിച്ച് വിചാരിച്ച പോയിന്റുകളിലേക്ക് നമ്മൾ സ്വപ്നങ്ങൾ നിശ്ചയിക്കുന്നതിന് മുൻപേ ഈ സമുദായത്തെ അതിലേക്ക് നടത്തണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ദീർഘവീക്ഷണമുള്ള കുറെ നേതാക്കന്മാരുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ദീർഘവീക്ഷണമുള്ള കുറെ നേതാക്കന്മാരുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു വേദിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്ഥിരമായി കേട്ടിട്ടുള്ള ഒരു കഥയുണ്ടാവും. പണ്ടൊരിക്കൽ ഏതാണ്ട് KMCC ഒക്കെ ഇന്നാട്ടിൽ രൂപം കൊള്ളുന്ന നാട്ടില് CH മുഹമ്മദ് കോയയും CD സാഹിബും ഒക്കെ വലിയ സ്വപ്നങ്ങൾ കാണുകയും അവര് ഞങ്ങളുടെ സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടിയെ സ്കൂളിൽ പോകുന്ന കാലത്തെ ഓർത്ത് കണ്ണുനീര് പൊഴിക്കുകയും ചെയ്ത കഥ.